ഹായ്, ഞാനിന്നൊരു കഥ പറഞ്ഞുതരാം. എന്നെ കഞ്ചാവാണെന്ന് കരുതി പോലീസ് പിടിച്ച കഥ. 2020 എൻ്റെ +2 കാലം. ചങ്ങായിമാരെല്ലാവരും മാത്സ് എക്സാമിന് വേണ്ടി ട്യൂഷന് പോകും. ഞാനാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പോലും ട്യൂഷന് പോയിട്ടാണ്. ഫുള്ള് ഞാൻ സ്വന്തമായിട്ട് വീട്ടിലിരുന്നിട്ട് ടീച്ചർമാരെ പഠിപ്പിച്ചതല്ലാണ്ട് വീട്ടിലിരുന്നിട്ട് യൂട്യൂബ് നോക്കിയാലും പഠിച്ചിട്ട് ഉഷാറായ ചെക്കനാണ് ഞാൻ. അങ്ങനെ ഞാൻ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ട്യൂഷന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഞാൻ, എൻ്റെ കസിന്, പിന്നെ വേറൊരു ചങ്ങായി 3 ട്രിപ്സ് അടിച്ചിട്ട് സ്കൂട്ടറിൽ ഇങ്ങനെ പോകുന്നുണ്ടായി. അങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പമ്പിൽ കയറ്റി. പമ്പിലേക്ക് കയറ്റണമെങ്കിൽ ബാക്കിലൊരു പോലീസ് ജീപ്പ് കുയിങ് 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 കുയിങ്. അങ്ങനെ പോലീസ് ബാക്ക് നിന്ന് ഓടിക്കൊണ്ട് വന്ന് നിൽക്കട അവിടെ പറഞ്ഞു. ഓടരുത്, ഓടും, ഓടരുത്, ഓടും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായി. കസിനാണെങ്കിൽ വാ കയറി 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 വേഗം കയറി നമ്മളെടുത്ത് സ്കൂട്ടർ എടുത്തിട്ട് പോകാന്ന് അറിയുന്നുണ്ട്. ഞാനാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പേടിത്തോണ്ടന്. അങ്ങനെ എന്താക്കണം അറിയാണ്ട് ഞാനവിടെ ഫ്രീസ് ആയിട്ട് നിന്ന്. കസിൻ എന്താക്കി, സ്കൂട്ടർ സ്റ്റാർട്ടാക്കി ഒറ്റ പോക്കി. ഞാനൊന്നും പുറത്ത് ബാക്കി. പോലീസ് വന്നിട്ട് വണ്ടിയിൽ ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോയി. ഓറെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ 3 സ്കൂട്ടറിലുള്ള, 3 ഹെൽമെറ്റ് ഇല്ല, 3 പിള്ളേര്, പിന്നെ എൻ്റെ ബാഗെല്ലാം ഉണ്ടായി. അങ്ങനെ പോലീസ് ജീപ്പിൽ എടുത്തിട്ട് എൻ്റെ ബാഗെല്ലാം ചെക്കാക്കി. അങ്ങനെ പോലീസ് എന്നോട് വെച്ച് പോലീസിനെ പേടിയുണ്ടാറാ. ഞാൻ പറഞ്ഞു പേടിയുണ്ട് സാറേ എന്ന് പറഞ്ഞു. എൻ്റെ ഫ്രണ്ടിനോട് വെച്ച് പോലീസിനെ പേടിയുണ്ടാറാ. അവൻ പറഞ്ഞു ഞങ്ങൾക്ക് പോലീസിനെ പേടിയൊന്നുമില്ല, എൻ്റെ ബാപ്പ ഉണ്ടെന്ന് പറഞ്ഞു. ഓൻ്റെ ബാപ്പ ഓക്കെ, അത് ആ കഥ പിന്നെ പറയാം. അങ്ങനെ പോലീസിന് ഓനോട് ഈഗോ പ്രശ്നം വന്ന്. അങ്ങനെ എന്താക്കി, പോലീസ് ഓനെ തലക്കിങ്ങനെ മേടിയിട്ടും ചെവിയിലിങ്ങനെ നുള്ളിയിട്ടും ഓനെ കരയുന്നവരെ സാറേ പേടിയുണ്ട് സാറേ എന്ന് പറയുന്നിടത്തോളം ഓനെ ഇങ്ങനെ എന്തെല്ലാം വായിക്കൊണ്ടെന്ന്. അങ്ങനെ ലാസ്റ്റ് അവസാനം കയറ്റിട്ട് പറഞ്ഞ് സാറേ പേടിയുണ്ട് സാറേ, ഒന്നും ചെയ്യല്ലേ സാറേ. ഞാനാണെങ്കിൽ നേരത്തെ തടിയൂരി. അങ്ങനെ പോലീസ് എന്താക്കി ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഒരു ജീപ്പിൽ നിന്ന് വേറൊരു ജീപ്പിലേക്ക് ട്രാൻസ്ഫർ ആക്കി. എൻ്റെ നെഞ്ചെല്ലാം ഗിടുകിടുന്നാണ് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. എന്നിട്ട് എന്താക്കി പറഞ്ഞ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കിയിട്ട് ആടുന്ന് ഇങ്ങനെ ഫുള്ള് ചെക്കെല്ലാക്കി ഡ്രസ്സിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കി, പിന്നെ പാൻറ്റെല്ലാം കുറച്ച് ഊരി നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കി. ഓർ വിചാരിച്ചിട്ട് ഞാൻ ഈ മറ്റേ കഞ്ചാവ് അത് ഇതെല്ലാം ചെയ്യുന്ന കുട്ടികളില്ലേ, അപ്പോൾ അതിൽ പെട്ട ആളെന്ന് കുറെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എക്സാമിന് വേണ്ടിയിട്ട് ടെൻഷൻ അടിച്ചിട്ട് രാത്രിയെല്ലാം ഫുള്ള് ഉറക്കൊഴിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് പഠിച്ചിട്ട് കണ്ണെല്ലാം ഫുള്ള് റെഡ് ആയിട്ടുണ്ടായി. ഓർ വിചാരിച്ച് കണ്ണെല്ലാം റെഡ് ആയിട്ടുള്ള ചെക്കന്. പിന്നെ എൻ്റെ ജെനറ്റിക്സിൽ ഓൾറെഡി എൻ്റെ കണ്ണെല്ലാം ഇങ്ങനെ തുറക്കാത്ത കണ്ണ് കുറച്ചോ അതുകൊണ്ട്. പിന്നെ സെക്കൻഡ് ലീവർ എന്നോട് പറഞ്ഞ് എന്നെ ബേസിൻ്റെ അടുത്ത് കൊണ്ടുപോയി പറഞ്ഞു തുപ്പടാ പറഞ്ഞു. അപ്പോൾ തുപ്പുമ്പോൾ സലൈവ വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ കഞ്ചാവെല്ലാം അടിക്കുന്നു തോന്നുന്നു, എനിക്കറിയില്ല. അങ്ങനെ ഞാനാണെങ്കിൽ പേടിച്ചിട്ട് സലൈവ പുറത്ത് വരുന്നുമില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടും വരുന്നില്ല. എന്തൊരവസ്ഥ അല്ലേ, സലൈവവും വരുന്നില്ല, കണ്ണെല്ലാം ചോന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഞാനെന്നിലേക്ക് സിഗരറ്റ് പോലും വലിക്കാത്ത ഒരാള്. പിന്നെ ഹുക്ക് വലിച്ചെങ്കിൽ പുകയൊന്നും പുറത്തു പോലില്ല, എല്ലാം ഉള്ളിലേക്ക് തന്നെ പോകുന്നു. എന്തോ പ്രശ്നം ഉണ്ടാക്കുക നമുക്കറിയും, എൻ്റെ ഫ്രണ്ട്സിനെല്ലാം അറിയാം. എന്നിട്ട് ഇങ്ങനെ തന്നെ പോലീസ് പിടിച്ചത് ഈ കേസിന്. സോ സാഡ്. പോലീസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഈ ചങ്ങായി കസിനില്ലേ, ഓന് സ്കൂട്ടർ എടുത്ത് ഇങ്ങനെ പോയില്ലേ, ഓറ് വിചാരിച്ച് ഞമ്മ എന്തോ ഒളിപ്പിച്ച് വെച്ചിന്, എന്തോ സാധനം ഉണ്ട്, ഓൻ്റെ കയ്യിൽ സാധനം ഉണ്ട്, ഓനെ വിളിക്കി, പിന്നെ നിങ്ങളെ പാരൻസിനെ വിളിക്കി, അങ്ങനെ എന്തെല്ലോ പ്രശ്നമാക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാർ, പിന്നെ ചങ്ങായിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പാപ്പ വന്നിട്ട് ഓനെന്നെ വിട്ടിട്ട് നിന്റെ മുടി എന്താ അങ്ങനെ, നീ അങ്ങനെ ആക്കാൻ കാലം ഇങ്ങനെ ആക്കാൻ കാലത്ത് ഓനെന്നെ വിട്ടിട്ട് പോലീസ് തന്നിച്ച് കൂടി. എന്നിട്ട് കുറച്ച് പൈസ എന്തോ ഫൈൻ എന്തോ അടിച്ചിട്ട് നമ്മളിറക്കി. ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ ലൈഫിൽ ട്യൂഷനിൽ പോയത് അതാണ്. അത് മാത്രമല്ല ഒരു ട്വിസ്റ്റും കൂടിയുണ്ട്. ഈ മാത്സ് എക്സാം നടന്നിട്ടുമില്ല. കൊറോണ വന്നിട്ട് മാത്സ് എക്സാം വന്നിട്ട് വെച്ച് ട്യൂഷന് പോയിട്ട് പോലീസും പിടിച്ച് ഒരു ഗുണവും ഇല്ലാണ്ടായി.